വീടിന് സമീപത്തെ കടവിൽ കുളിക്കാനിറങ്ങവേ കല്ലടയാറ്റിൽ മുങ്ങിമരിച്ച നെല്ലിപ്പള്ളി മുക്കടവ് മൂൺലാൻഡിൽ ബിജി ജോൺ ജോളി ദമ്പതികളുടെ മക്കളായ അമൃതയ്ക്കും അനിലയ്ക്കും ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി അർപ്പിച്ചു. SSLCക്ക് പരീക്ഷ എഴുതാൻ ഇനി അനിലയില്ല. +2 പരീക്ഷ എഴുതാൻ ഇനി അമൃതയും സ്കൂളിലേക്കില്ല. അമൃത വാളാക്കോട് NSV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയും അനില പുനലൂർ സെൻഗൊരേറ്റി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയുമാണ്. പഠനത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കല്ലടയാറിലെ മണൽക്കുഴികൾ കവർന്നെടുത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ഗണത്തിൽ ഇപ്പോൾ ഈ സഹോദരിമാരും. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഇരുവരുടെയും ജീവൻ കല്ലടയാർ കവർന്നെടുത്തത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മുക്കടവിലെ വീട്ടിലേക്ക് ഇരുവരുടെയും മൃതദേഹം കൊണ്ടുവന്നപ്പോഴേക്കും കണ്ണുനീരും നിലവിളിയുമായി നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി. പൊതുപ്രവർത്തകരും വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരുമെല്ലാം നിറഞ്ഞ വേദനയോടെ അന്തിമോപചാരമർപ്പിച്ചു. അനിലയുടെയും അമൃതയുടെയും സഹപാഠികളുടെയും കൂട്ടുകാരുടെയും നിലയ്ക്കാത്ത നിലവിളിയും പൊട്ടിക്കരച്ചിലും ഹൃദയഭേദകമായ അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം വരെ ഒരേ വിദ്യാലയത്തിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച സഹപാഠികൾക്ക് സ്വന്തം കൂട്ടുകാരികൾ നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാൻ കഴിയുമായിരുന്നില്ല. സ്വന്തം വിദ്യാർത്ഥിനികളെ നഷ്ടപ്പെട്ട മനോവേദനയിലായിരുന്നു അധ്യാപകർ. ആശ്വാസവാക്കുകളുമായി ജനപ്രതിനിധികളും ക്രമീകരണങ്ങളുമായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരും നേരത്തെ തന്നെ ഇവിടെ സജീവമായിരുന്നു. അച്ഛൻ ബിജി ജോണും അമ്മ ജോളിയും നിലതെറ്റിയ മനസ്സോടെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് തന്റെ പൊന്നോമനകൾക്ക് അന്ത്യചുംബനം നൽകുന്ന ഹൃദയഭേദകമായ കാഴ്ച എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. ഇരുവരുടെയും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പുനലൂർ സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഒരു കുടുംബത്തെ നിലയ്ക്കാത്ത കയത്തിലാക്കി അമൃതയും അനിലയും ഒരിക്കലും തിരിച്ചുവരാത്ത ലോകത്തേക്ക് യാത്രയായി. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.